വിനു, നമ്മൾ എന്താടാ ചെയ്യുക? അവനോട് എന്താ പറയുക? എനിക്കറിയില്ല. ആടാ പറ. നീ പോന്നോ? ഇല്ല, ഞാനിവിടെ ബസ് സ്റ്റാൻഡിലാ. എങ്കിൽ നീ വരണ്ട, ഇന്ന് ക്ലാസ് ഇല്ല. അതെന്താ? ഇന്ന് കോളേജ് സ്ട്രൈക്കാ. സ്ട്രൈക്കോ? എന്തിന്? അതൊന്നും എനിക്കറിയില്ല. എനിക്കിതിനെ കുറിച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ മനുഷ്യൻ നേരത്തെ കുളിച്ചൊരുങ്ങി പോന്നു. എടാ, അതിന് ഞാനിവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞേ. ശരി. പിന്നെ നമ്മുടെ ക്യാമ്പിന് സെലക്ട് ചെയ്തവരെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓ, വന്നോ? നിനക്ക് കിട്ടിയോ? ഞാനുണ്ട്, പക്ഷെ നീ ഇല്ല. നന്നായി. എടാ, നീയും വായോ, ഞാൻ ഒറ്റയ്ക്ക്. അതിന് എനിക്കെങ്ങനെ വരാൻ പറ്റും? ലിസ്റ്റിലുള്ളവരെ മാത്രമല്ലേ കൊണ്ടുപോകുള്ളൂ. എടെങ്കിൽ ഞാൻ സാറിനോട് പറയാം നിന്നെ കൂടെ ആഡ് ചെയ്യാന്. നീ ഒന്ന് പോയേ. ഇനി അതും ചോദിച്ചു ചെന്നിട്ട് വേണം അതിന് നിന്നെയും കൂടെ എടുത്ത് കളയാൻ. നീ പോയിട്ട് വാ. എനിക്കല്ലെങ്കിലും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ ശരി, ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. ആടാ ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ സോറി. വേണി? വീണേട്ടൻ്റെ? മധു. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ഇപ്പൊ ഏതാ ഇയർ? ഇപ്പൊ ഫൈനൽ ഇയറാ ചേച്ചി. നീ സൈക്കോളജി അല്ലേ? അതെ. പിന്നെന്താ, വീട്ടിലൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചി സുഖം. ചേച്ചിക്കോ? ആടാ സുഖമായിട്ടിരിക്കുന്നു. എങ്കിൽ വാ, നിന്നെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട്. വേണ്ട ചേച്ചി, എനിക്കിന്ന് കോളേജിൽ സ്ട്രൈക്കാ. എന്നെപ്പോഴാണ് ഫ്രണ്ട് വിളിച്ച് പറഞ്ഞേ. ഓ അതെയോ? അല്ല, ചേച്ചി എന്താ ഇവിടെ? ഇപ്പം ഫ്രീ ആണോ? ഞാനിവിടെ ഒരു സ്റ്റോറിലേക്ക് വന്നതാ. കുഴപ്പമില്ല, ഫ്രീയാ, പറഞ്ഞോ. എന്നാൽ നമുക്കൊരു കോഫി കുടിച്ചാലോ? ഓ പിന്നെന്താ. ചേച്ചി, ആ ഫോട്ടോയിലുള്ളത് പല്ലവി അല്ലേ? അതെ. പല്ലവി നിനക്കറിയോ? കണ്ണേട്ടൻ പറഞ്ഞിട്ടറിയാം. നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? അതെ. മാധവനങ്ങൾ ഇവിടെ വന്നപ്പോൾ അച്ഛനായിരുന്നു ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചാ. കണ്ണേട്ടൻ എന്താ അവളെ പറ്റി പറഞ്ഞേ? അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞില്ല. പല്ലവി മിസ്സിംഗ് ആണെന്നുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടു. പിന്നെ അവർക്കിടയിൽ എന്താ ചേച്ചി ഉണ്ടായേ? അവരുടെ പ്രണയത്തിന് ഓരോ ചുമരുകളും സാക്ഷിയായിരുന്നു. കോളേജ് ആഘോഷമാക്കിയ ദിവസങ്ങളായിരുന്നു അതെല്ലാം. പക്ഷെ അവൻ എൻ്റെ മേത്ത് കൈവച്ചതിന് അവനോട് ഞാൻ എണ്ണി എണ്ണി പകരം ചോദിച്ചിരിക്കും. അവൻ കരയും. അവള് കാരണം തന്നെ അവൻ കരയണം. കരയിപ്പിച്ചിരിക്കും ഞാൻ. So next we have to discuss the objectives of industrial relations. Industrial relations operates at different levels. Miss Yes. പ്രിയ സഖാക്കളെ,
നമ്മുടെ നാടിൻ്റെ വികസനം എന്നും നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ അത് തണൽ മരങ്ങൾ നശിപ്പിച്ചും മറ്റു ജീവജാലങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടും ആവരുത്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ക്യാമ്പസിന് അവകാശപ്പെട്ട പല മരങ്ങളും വെട്ടി നീക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കോളേജിൻ്റെ ചെയർമാൻ എന്ന നിലയിലും പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും ഞാനും എൻ്റെ അനുയായികളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാവരും ഇന്നത്തെ പഠിപ്പ് മുടക്കി ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ എല്ലാവരും ഇറങ്ങണം എന്ന് എന്തത്ര നിർബന്ധം? എന്റെ പാർട്ടിയെ അനുകൂലിക്കുന്നവരോട് ഇറങ്ങാൻ പറ, ബാക്കിയുള്ളവർ പഠിച്ചോട്ടെ. അവരുടെ നിലപാടിന് എന്താ ഇത്ര തെറ്റ്? കാമുകനും കാമുകിയും കൂടെ ഒരുമിച്ച് അങ്ങ് ഷൈൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുക അല്ലേ? നീ അവളെ മെക്കെട്ടെങ്ങാനും കേറിയണ്ടല്ലോ. മെക്കെട്ട് കയറിയ നീ എന്ത് ചെയ്യും? നീ എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങുവോ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ. പല തവണ നിനക്കും മറ്റവന്മാർക്കും ഞാൻ വാണിങ് തന്നതാ. മോനെ ഹരി, നീ ഒരു കാര്യം മറന്നു. പ്രിൻസിപ്പാൾ പിള്ളേന്റെ കയ്യിൽ നിന്നുള്ള ലാസ്റ്റ് വാണിംഗാ ഇത്. എനിക്ക് മാത്രല്ല, നിനക്കും കൂടെ. നമുക്ക് ഒരുമിച്ച് കോളേജിന്റെ പടി ഇറങ്ങാടാ. നിങ്ങളെ രണ്ടാളും പ്രിൻസ് വിളിക്കുന്നുണ്ട്. വാ, നമുക്ക് ബാക്കി അവിടെ പോയി സംസാരിക്കാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രിൻസിപ്പാൾ ഡിസ്മിസിൽ എങ്ങാൻ തരുമോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. മധു, നീ ഇവിടെ നോക്കിക്കോണേ. സാർ ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയാൻ നിൽക്കരുത്. ഇവൻ ചെയർമാനാണെന്ന് കരുതിയിട്ട് അവൻ എന്ത് ചെറ്റത്തരം കാണിച്ചാലും കണ്ണടയ്ക്കാന്നാണോ? ഞാൻ ആർക്കും ഒരു കൺസിഡറേഷനും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തല്ലുണ്ടായില്ല താനുണ്ടല്ലോ, ആ തല്ലിൽ ഹരി ഉണ്ടായിട്ടില്ല. അന്ന് തനിക്കല്ലേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നത്. നിന്റെ ടി സി എടുത്തോട്ട് പോടോ. ആ പോവന്നെ ഇടോ. നീ ഒരുപാട് അങ്ങ് സന്തോഷിക്കണ്ട. കോളേജിൽ മാത്രമല്ലേ ഞാനില്ലാത്തുള്ളൂ. എന്നെ പണിഞ്ഞിട്ടേ ഞാൻ നടന്നു. ഓടാ. എന്തായി? നാ കണ്ടില്ലേ? ഡിസ്മിസിലോ? അപ്പൊ അവനോ? അവനും ഉണ്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയാളെ കണ്ടില്ല, അവൻ വലിയ പുണ്യാളനല്ലേ. എന്നെ പഞ്ഞിക്കിട്ടതൊന്നും നോക്കാൻ അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അയാൾ അവന്റെ സൈഡാ. സീനൊന്നുമില്ല, ഞാനിവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. പിന്നെ നീ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അവനും അവൾക്കിട്ട് പണിതാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ? എങ്കിൽ നീ പോയിക്കോ. ഓക്കെ സാർ. എന്തായി? അവന് ഡിസ്മിസില് കിട്ടിയാ? അങ്ങനെ മെയിൻ ശല്യം ഒഴിവായല്ലോ.
മധു, പല്ലവി ഇവിടെ. അവള് ലൈബ്രറിയിലുണ്ട്. ആരേലും എടുത്തോണ്ട് പോയ പോലെ അറിയില്ലല്ലോ. എന്താ ആലോചിച്ചോണ്ടിരുന്നേ? ഹേയ്, ഞാൻ വെറുതെ നേരത്തെ ഉണ്ടായ സംഭവം ആലോചിച്ചോണ്ടിരുന്നാണോ? ഉം, പേടിച്ചോ? ഉം. അവർക്ക് എന്താ ഇത്ര ദേഷ്യം? അതൊക്കെ പാർട്ടി പേരും പറഞ്ഞവരൊന്നും ഉണ്ടാവുന്നല്ലേ, അല്ലാതെ ദേഷ്യമൊന്നുമില്ല. സത്യാണല്ലോ അല്ലേ? ആടി, നിനക്കെന്നെ വിശ്വാസല്ലേ? ഉം. എന്തായി പോയിട്ട്? പോയിട്ടെന്താ, അവനെ ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് ചെയ്തോ? അവൻ ആദ്യ പ്രശ്നക്കാരനെന്നോ, കുറെ വാണിംഗ് കിട്ടിയതാ. ഓ, അപ്പൊ നമ്മളോ? നമ്മളെ ഡീസൻ്റ് അല്ലേ? ഉവ്വ. എന്താ, നിനക്ക് സംശയമുണ്ടോ? ആ, കുറച്ച്. ആ, ഞാൻ അത്ര ഡീസൻ്റ് ഒന്നുമല്ല. ഈ ലൈബ്രറി റൊമാൻസിക്കാൻ പറ്റിയ സ്ഥലമല്ലേ? എന്താ നിന്റെ അഭിപ്രായം? മോശം അഭിപ്രായം. ഒന്ന് റൊമാൻസിക്കാൻ വിചാരിച്ച പെണ്ണ് സമ്മതിക്കൂല. ഒറ്റയ്ക്കിരുന്ന് റൊമാൻസിച്ചാൽ മതി കേട്ടോ. ഞാൻ പോവാ, എനിക്ക് ക്ലാസ് ഉണ്ട്. ഏത് ക്ലാസ്? ഇന്ന് കോളേജ് സ്ട്രൈക്കാ. ആ, എനിക്ക് ക്ലാസ്സിൽ പോയിട്ടൊരു ആവശ്യമുണ്ട്. ഓഹോ, എന്താ ആവശ്യം? അത് മധുവിന്. മധുന്? ആ, മധു ഇവിടെ ഒറ്റയ്ക്കാ. ഓ, അതാണോ? അവളെ വീണു എപ്പോഴേ പൊക്കിയിട്ടുണ്ടാവും. ഇന്നലെ അവളെന്നെ കിസ് ചെയ്തു, അപ്പം ഞാനും അങ്ങോട്ടൊന്ന് കൊടുക്കണ്ടേ? അതെ, മോശമില്ലേ? കവിളത്ത് കൊടുക്കണം, അതോ നെറ്റിയിൽ കൊടുക്കണം, അതോ ദൈവമേ, ചുണ്ടത്ത് കൊടുത്ത് എനിക്ക് ആക്രാന്തന്ന് വിചാരിക്കുമോ? ആ, എന്താ? ഇവിടെ വെറുതെ അന്തം വിട്ടിരിക്കാനാണോ എന്നെ വിളിച്ചോണ്ട് വന്നേ? എന്റെ അവസ്ഥ ഈ പെണ്ണിനെങ്ങാനും പറഞ്ഞാൽ മനസ്സിലാവൂ? വിനു, ആ, പറ. ഞാൻ പോവാണ്. ഹേയ്, പോവല്ലേ. എന്താണ്? എനിക്ക് നിനക്ക്? എനിക്ക് ഐ ലവ് യു. അയ്യോ, സോറി. I love you too. ഇനി പറ, വേറെന്താ അത്യാവശ്യം? അത് വെള്ളറി വെളുത്തുണ്ടല്ലോ ആകെ. പോക്കോ, ഇനി നമ്മളിവിടെ നിന്നാ ശരിയാവില്ല. എനിക്കെന്നെ തീരെ വിശ്വാസമില്ല.
ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോ. ഇവന്മാര് രണ്ടും എവിടെ പോയി കിടക്കുക? ആ പല്ലവി, ഹരിനെ കണ്ടോ? ആ ഹരിയേട്ടൻ ലൈബ്രറിയിലുണ്ട്. ആ ശരി. ഇവനെന്തീ ഒറ്റയ്ക്ക് ചിരിച്ചോണ്ട് വരുന്നേ? ഇവനും കട്ടായോ? ഡാ, എന്താണ് വട്ടായോ രണ്ടിനും? ഏടാ, ഞാൻ കിസ് അടിച്ചു. അയ്യടാ, ചെക്കൻ്റെ ഒരു നാണം. അല്ലെങ്കിലും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, മാറടാ. നീ എന്തിനാടാ ചുറ്റേ കിസ് അടിച്ചോ? ഫ്രഞ്ചാ? അല്ല, റഷ്യൻ. അയ്യടാ, 90s കോമഡി. കുറച്ച് കഴിഞ്ഞിട്ട് ചിരിക്കാട്ടാ. നീ പറ. ഫ്രഞ്ച് റഷ്യനൊന്നുമല്ല, ഞാൻ നെറ്റിയിലാ കൊടുത്ത. അയ്യേ, നെറ്റിയോ? ഓ, നെറ്റി അത്ര മോശമൊന്നുമല്ല. ശേ, വെറുതെ എക്സ്പെക്ട് ചെയ്ത്. നമ്മള് പിന്നെ എവിടെയാണാവോ? സ്വാഭാവികം, നമ്മൾ പിന്നെ അതിൽ മൂത്താപ്പിയാണല്ലോ. പോടാ, ഇതെന്റെ ഫസ്റ്റ് കിസ്സാ. ഹരിയേട്ടാ, ഹരിയേട്ടാ. എന്താടാ? അവിടെ ഗേറ്റിന്റെ അവിടെ പോലീസ് വന്നിട്ടുണ്ട്. പോലീസോ? ആ, ഇതാ അവന്മാര് പണിതതാ. ഓഹോ, കോപ്പ്, വാടാ.